കൊല്ലം സുധിയുടെ മകൻ കിച്ചുവിന്റെ തുറന്നു പറച്ചിൽ വൈറലായതോടെ രേണു സുധിയും കുടുംബവും സംശയത്തിന്റെ നിഴലിലാണ്. സോഷ്യൽ മീഡിയ ഒന്നാകെ രേണുവിന് എതിരെ തിരിഞ്ഞു. കുഞ്ഞായിരുന്നപ്പോൾ മുതൽ താൻ ഒറ്റപ്പെടൽ അനുഭവിക്കുകയാണെന്നും രേണുവും കുടുംബവും പോലും പലപ്പോഴും വെറുപ്പ് കാണിച്ചുമെന്നാണ് കിച്ചു വെളിപ്പെടുത്തിയത്. അച്ഛനെ തന്നിൽ നിന്ന് അകറ്റിയെന്നും കിച്ചു വെളിപ്പെടുത്തി. വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട രേണു ആദ്യം വൈകാരികമാണ് പ്രതികരിച്ചത്. വിമർശനങ്ങളും പരിഹാസങ്ങളും കൂടുകയാണെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നും സമ്മർദ്ദം താങ്ങാൻ ആവുന്നില്ലെന്നും രേണു പറഞ്ഞു. ഇപ്പോഴിതാ പുതിയ വിവാദത്തിൽ വീണ്ടും പ്രതികരിച്ചു എത്തിയിരിക്കുകയാണ് രേണു. തനിക്കും ചിലത് പറയാനുണ്ടെന്ന്, അത് പറയാൻ തുടങ്ങിയാൽ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ലെന്നും രേണു പറഞ്ഞു. ഒരുപാട് പേർ എന്നെ വിളിച്ചു, ഞാനിട്ട് വീഡിയോ കണ്ടിട്ട്. ഇപ്പോഴും ഞാൻ ദുബൈയിൽ തന്നെയാണ്. ഒരുപാട് നല്ല ആളുകൾ വിളിച്ച് ഞാൻ ഓക്കെയാണോ എന്ന് തിരക്കുന്നുണ്ട്. പുതുതായി വന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം മൂലകാരണം എന്താണെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോഴാണ് FBയിൽ ഒരു പോസ്റ്റ് കണ്ടത്. നിരവധി പെണ്ണുങ്ങളും ആണുങ്ങളും തകർക്കുന്ന ഒരു സ്ത്രീ, പ്രത്യേകിച്ച് എന്നെ കരുവാക്കി ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ. അവരുടെ പോസ്റ്റാണ് ഞാൻ കണ്ടത്. നിങ്ങൾ പലരും അത് കണ്ടു കാണും. അത് കണ്ടപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി. മാനിപ്പുലേറ്റിംഗ് എല്ലാം നടന്നിട്ടുണ്ട്. എനിക്കൊന്നും പറയാനില്ല. എനിക്ക് ആരോടും പിണക്കവും പരിഭവവുമില്ല. ഞാൻ എല്ലാമൊന്നും പറഞ്ഞിട്ടുമില്ല. ഞാൻ പറയാൻ തുടങ്ങിയാൽ ഇത് ഇവിടം കൊണ്ടൊന്നും തീരില്ല. അറിയുന്നവർക്കറിയാം ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ചേട്ടനുള്ളപ്പോഴും മരിച്ചപ്പോഴും എല്ലാം. ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും എൻ്റെ കുറ്റം കാണാനാണ് നേരം. അന്ന് എനിക്ക് 24 വയസ്സേ ഉള്ളൂ. അന്ന് 11 വയസ്സുള്ള കുട്ടിയുടെ അമ്മയായി പൂർണ്ണമായും ഞാൻ മാറിയിരുന്നു. അതിനുശേഷമാണ് അവരെ സ്വീകരിച്ചത്. അത് ആരും ഓർക്കുന്നില്ല. ഇന്ന് ഈ നിമിഷം വരെ ഞാൻ അവനെ ഉപദ്രവിച്ചിട്ടില്ല. അവനെ ഉപദ്രവിച്ച പലരുമുണ്ട്. കഥകൾ ചേട്ടൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത് എന്ന് എനിക്കറിയില്ല. FBയിൽ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആരാണ് എവിടെയാണ് പ്രധാന പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന്. എന്നെ പലപ്പോഴും സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം. എൻ്റെ ലൈഫിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. മിനിഞ്ഞാന്ന് വരെ എന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്തു. ആവശ്യമുള്ളത് ഞാൻ കൊടുത്തു. പിന്നെ എന്താണ് സംഭവിച്ചത് എന്നറിയില്ല. ഞാൻ കൺഫ്യൂസഡാണ്. സുധിച്ചേട്ടൻ വരുന്നതിന് മുമ്പുള്ള ശേഷം എൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടൊന്നും തീരില്ല. എന്നെക്കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത് പ്ലീസ് എന്ന് പറഞ്ഞാണ് രേണു അവസാനിപ്പിച്ചത്. എന്നാൽ പ്രതീക്ഷിച്ചതുപോലുള്ള പ്രതികരണമല്ല രേണുവിന് ലഭിച്ചത്. മാത്രമല്ല പിന്നാലെ രേണുവിൻ്റെ ഒരു ഡാൻസ് വീഡിയോയും പങ്കിട്ടു.